ജിപേ ഫോൺ പേ ഒക്കെ കൺവീനിയൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു ചെറിയ തുക പിടിക്കാൻ തുടങ്ങി അല്ലേ. പണ്ടൊക്കെ നമുക്ക് നല്ല ഓഫറായിരുന്നു തന്നത്. ഇപ്പോൾ അവരെങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ആ പൈസ പിടിക്കാതെ ₹1 പിടിക്കാതെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് ഈ ഒരു ജിപേ ഫോൺ പേൻ്റെ കൺവീനിയൻസ് ചാർജ് ഒഴിവാക്കിയിട്ട് നമുക്ക് എങ്ങനെ റീചാർജ് ചെയ്യാം ജിപേ കൂടെ തന്നെ, ആ ഒരു ടെക്നിക്കാണ് പറയാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. നമുക്കറിയാം ജിപേ ഫോൺ പേ നമുക്ക് കുറേ ഓഫറൊക്കെ തന്നിട്ട് സ്ക്രാച്ച് കാർഡൊക്കെ തരുന്നത്. ഇപ്പോൾ അതൊന്നുമില്ല, ആവശ്യമില്ലാത്ത കുറേ അനാവശ്യ സ്ക്രാച്ച് കാർഡൊക്കെ ആണ് ഇപ്പോൾ തരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാൻ നമ്മളിപ്പോൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവരെന്ത് ചെയ്യുക, ചെറിയൊരു കൺവീനിയൻസ് ചാർജ് വാങ്ങണം. അപ്പോൾ നമുക്കത് കൊടുക്കാതെ എങ്ങനെ റീചാർജ് ചെയ്യുന്നത് നോക്കിയാലോ, അതിനുള്ള ടെക്നിക്കാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമുക്കിവിടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്യുന്നത് ഏതൊക്കെ കമ്പനിയാണുള്ളത്? ജിയോ ഉണ്ട്, VI ഉണ്ട്, എയർടെൽ ഉണ്ട്, കേരളത്തിലത്തെ കേസ് അനുസരിച്ച് BSNL ഉണ്ട്. അപ്പം നിങ്ങൾ ജിപേ കൂടെ തന്നെ റീചാർജ് ചെയ്യുക. പക്ഷേ ആദ്യം ജിപേൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യരുത്. പകരം VI ആണെങ്കിൽ VIൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, റീചാർജ് കൊടുക്കുക. പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ കാർഡ് ഓർ UPI എന്ന് ചോദിക്കും. അവിടെ നമ്മൾ ജിപേ കൊടുക്കുക, UPI. എന്നിട്ട് റീചാർജ് ചെയ്താൽ ഇവർ കൺവീനിയൻസ് ചാർജ് പിടിക്കില്ല. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. ജിയോ ഉണ്ട്, VI ഉണ്ട്, അതേപോലെ തന്നെ BSNL ഉണ്ട്, എയർടെൽ ഉണ്ട്. ഇപ്പോൾ എയർടെൽ താങ്ക്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, റീചാർജ് നമുക്ക് ഏത് പ്ലാൻ വേണം അതാകുമ്പോൾ അപ്ഡേറ്റഡ് പ്ലാനും ആയിരിക്കും. ആ പ്ലാൻ വെച്ചിട്ട് റീചാർജ് ചെയ്യുക. പേയ്മെൻറ്റ് മാത്രം എന്ത് ചെയ്യുക, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി കൊടുക്കുക. അപ്പോൾ അവർക്ക് ചാർജ് പിടിക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ QR കോഡ് ചെയ്യുന്ന പോലെ ചെയ്യും. ഇനി ഭാവിയിൽ ഇതിനെ അവർ ചാർജ് ആക്കുമെന്ന് അറിയില്ല. സിറ്റീസ് ഇപ്പോൾ അവർ ചാർജ് അല്ല, ചാർജ് പിടിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.